ഇസ്ലാമിക ചരിത്രത്തില് ഏറെ ശ്രദ്ധേയമായ ഒരാദർശ സംവാദമായിരുന്നു കോട്ടപ്പുറം സംവാദം എന്നറിയപ്പെട്ട ആ സംവാദത്തിന്റെ വേദിയില് സലഫി പണ്ഡിതന്മാരൊരു ചോദ്യം ചോദിച്ചു. പരിശുദ്ധ ഖുർആനില് അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നതിന് ഏതെങ്കിലും ഒരായത്ത് ഉദ്ധരിക്കാമോ? അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നതിന് വിശുദ്ധ ഖുർആനിൽ തെളിവുദ്ധരിക്കാമോ എന്ന് ഒരു ചോദ്യം ചോദിച്ചപ്പോ ആ സദസ്സ് കുറച്ച് സമയത്തേക്ക് നിശ്ചലമായി പോയി. കോട്ടപ്പുറം സംവാദത്തിന്റെ ഓഡിയോ കാസറ്റുകള് ഇന്നും നമ്മുടെ കൈവശമുണ്ടല്ലോ. ഒരാവർത്തി ഒന്ന് കേൾക്കാൻ തയ്യാറായാൽ പ്രിയപ്പെട്ടവരെ, ആ രംഗം നമുക്ക് ബോധ്യമാകുകയാണ്. കാരണമെന്തേ? ആ സദസ്സ് നിശ്ചലമായി. ലോക ചരിത്രത്തില് ആ സംവാദം നടക്കുന്നത് വരെയും ഒരു മുസ്ലിയാരും പറഞ്ഞു കേട്ടിട്ടില്ല അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നതിന് വിശുദ്ധ ഖുർആനിൽ ആയത്ത് തെളിവുണ്ട് എന്ന് ഒരു മുസ്ലിയാരും ഓതി കേട്ടിട്ടില്ല. എന്തായിരിക്കും സമസ്തയുടെ പണ്ഡിതന്മാർ ഇവിടെ പറയുന്നത് എന്ന് ആശ്ചര്യം കൂറിക്കൊണ്ട് എല്ലാ കണ്ണുകളും ആ സദസ്സിലേക്ക് ഉറ്റുനോക്കുമ്പോ നിമിഷ നേരം കഴിഞ്ഞപ്പോ ഒരു മുസ്ലിയാര് പ്രസംഗ പീഠത്തിന്റെ മുന്നിലേക്ക് എഴുന്നേറ്റു നിന്നു. എന്റെ അഭിവന്യ ഗുരു കൂടിയായ സാക്ഷാൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ഞാൻ എങ്ങനെ പറഞ്ഞത് പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം SSF-ഉമായിട്ട് ബന്ധമില്ല, കാന്തപുരവുമായിട്ട് ബന്ധമില്ല എന്നൊക്കെ നാടിന്റെ നാനാഭാഗത്തും പലരും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ എടുത്തു പറയാൻ കാരണം. കാരന്തൂർ മർക്കസു സഖാഫത്ത് സുന്നിയയിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് ഈ ഉള്ളവൻ. കാന്തപുരം ഉസ്താദിന്റെ ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് വർഷങ്ങളോളം കാരന്തൂർ മർക്കസിൽ ഓതി പഠിച്ച ഈ ഉള്ളവൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദാണ്. ആ വേദിയിൽ എഴുന്നേറ്റു നിന്നത്. എഴുന്നേറ്റു നിന്നിട്ട് പറഞ്ഞു, ഉണ്ട് മൗലവിയുണ്ട്, ഉണ്ട് മൗലവിയുണ്ട്. സലഫി പണ്ഡിതന്റെ ചോദ്യം, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നതിന് പരിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ടോ എന്നാണ്. ആ ചോദ്യത്തിന് മറുപടി പറയുകയാണ്, ഉണ്ട് മൗലവിയുണ്ട്. എല്ലാ സുന്നി പണ്ഡിതന്മാരും സമസ്തയുടെ പണ്ഡിതന്മാര് ആ പണ്ഡിതന്റെ മുഖത്തെ കുറ്റുനോക്കുകയാണ്. കാരണമെന്തേ? അന്നുവരെയും ഒരാളും പറഞ്ഞു കേട്ടിട്ടില്ല വിശുദ്ധ ഖുർആനില് അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നതിന് ഇന്ന ആയത്ത് തെളിവാണ് എന്ന് ഒരാളും ഓതി കേട്ടിട്ടില്ല. കാന്തപുരം ഉസ്താദി ഏത് ആയത്തായിരിക്കും ഓതാൻ പോകുന്നത്? എല്ലാവരും അത്ഭുതം കൂറി നോക്കുമ്പോ കാന്തപുരം ഉസ്താദ് പറഞ്ഞത് എന്താണെന്നറിയുമോ? 43-ാം അധ്യായമായ സൂറത്തു സുഹ്റഫിന്റെ 45-ാമത്തെ വചനത്തിന്റെ ഒരു ഭാഗം അടർത്തിയെടുത്തിട്ട് സദസ്സിന്റെ മുന്നിൽ ഓതി കേൾപ്പിച്ചു. മുഹമ്മദ് നബിയെ, താങ്കളുടെ പൂർവീകരായ പ്രവാചകന്മാരോട് ചോദിച്ചു നോക്കുക, ഞാൻ ഓതിയത് ഖുർആനല്ലേ? കാന്തപുരം സദസ്സിനെ നോക്കിയിട്ട് ചോദിച്ചു, ഞാൻ ഓതിയത് ഖുർആനല്ലേ? ചേകന്നൂർ മൗലവി ചോദിക്കുന്നത് പോലെ, ഖവാരിജുകൾ ചോദിച്ചതുപോലെ, ഖദരിയാക്കൾ ചോദിച്ചതുപോലെ, മുഅ്തസിലിയാക്കൾ ചോദിച്ചതുപോലെ കാന്തപുരം ഉസ്താദും ചോദിച്ചു, ഞാൻ ഓതിയത് ഖുർആനല്ലേ? പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിന്റെ ആയത്തെടുത്തിട്ട് സന്ദർഭത്തിൽ നിന്ന് മാറ്റിയിട്ട് പരിശുദ്ധ ഖുർആനിനെ തെറ്റിദ്ധരിപ്പിച്ചു സദസ്സിന്റെ മുന്നില്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ആയത്ത് അവതരിപ്പിച്ചത് എന്തിനാണ്? തുടർന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ ആയത്തിന്റെ ബാക്കി ഭാഗത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട്, അജഅൽനാ മിൻ ദൂനിർ റഹ്മാനി ആലിഹതൻ യുഅ്ബദൂൻ. ഏകനായ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പഠിപ്പിക്കാൻ, അല്ലാഹു അല്ലാത്ത ഇലാഹുകളെ നിങ്ങൾ ഉണ്ടാക്കരുതേ എന്ന്
ഇസ്സത്ത് അവതരിപ്പിക്കപ്പെട്ട ഒരായത്തെടുത്തിട്ട് അതിന്റെ സന്ദർഭം മാറ്റിയിട്ട് സദസ്സിന്റെ മുന്നിൽ ഓതി കേൾപ്പിച്ചിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞത് ഖുർആനല്ലേ എന്ന്. ഇവിടെയാണ് സലഫികൾക്ക്, എന്നെ ശ്രവിക്കുന്ന ഈ നാട്ടിലെ പ്രബുദ്ധരായ ജനങ്ങളോട് ചില യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ഖുർആനിലേക്ക് വരണേ, സുന്നത്തിലേക്ക് വരണേ എന്ന വിഷയം നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുമ്പോ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഖുർആനിനെ മനസ്സിലാക്കേണ്ടത്, ഖുർആനിനെ പഠിക്കേണ്ടത്, ആദ്യമായിട്ട് അല്ലാഹുവിന്റെ സന്ദേശം ലഭിച്ചത് ലോകത്തിന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് ആ ഖുർആനിന്റെ സന്ദേശം വരുമ്പോ ആ സന്ദേശം ലോകത്തിന്റെ മുന്നിൽ ഒന്നാമതായിട്ട് ഓതി കേൾപ്പിച്ചത് സ്വഹാബത്തിന്റെ മുന്നിലായിരുന്നു. സ്വഹാബത്തിന്റെ മുന്നിലായിരുന്നു. പ്രഥമ സംബോധിതര്, പ്രൈമറി ഓഡിയൻസ് അത് സ്വഹാബത്താണ്. ആ സ്വഹാബത്തിന് ഒരു ആയത്ത് മുത്തുനബി എങ്ങനെയാണ് വിശദീകരിച്ചു കൊടുത്തത്? എങ്ങനെയാണ് വിശദീകരിച്ചു കൊടുത്തത്? സ്വഹാബത്ത് എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കിയത്? അതിനെ മനസ്സിലാക്കിയത് പോലെ മനസ്സിലാക്കണേ എന്ന് സലഫികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കൂട്ടരെ, ബുദ്ധിക്കനുസരിച്ച് ഖുർആനിനെ വ്യാഖ്യാനിക്കരുത്, ചിന്തയ്ക്കനുസരിച്ച് ഖുർആനിനെ വ്യാഖ്യാനിക്കരുത്. ആരുടെയെങ്കിലും ഇംഗിതത്തിനനുസരിച്ച്, ആരുടെയെങ്കിലും ബുദ്ധിക്കനുസരിച്ച് പരിശുദ്ധ ഖുർആനിനെ വ്യാഖ്യാനിക്കരുത് കേട്ടോ. മറിച്ചോ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന്റെ മുന്നിൽ എങ്ങനെയാണോ വിശദീകരിച്ചു കൊടുത്തത് അതുപോലെയാണ് കേൾക്കേണ്ടത്, അതുപോലെയാണ് വിശദീകരിക്കേണ്ടത്. ഏതെങ്കിലും ഒരു സ്വഹാബി പരിശുദ്ധ ഖുർആനിലെ 43-ാം അധ്യായമായ സൂറത്തു സുഹ്റഫിന്റെ 45-ാമത്തെ വചനം കേട്ടിട്ട് ഏതെങ്കിലും ഒരു പ്രവാചകനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പ്രവാചകനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും മൺമറഞ്ഞവരോട് സഹായം തേടിയിട്ടുണ്ടോ? പരിശുദ്ധ ഇസ്ലാം അത് പഠിപ്പിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ഇവിടെ കടന്നു വരുന്ന പല സംഘടനകളും അവരുടെ ബുദ്ധിക്കനുസരിച്ച്, അവരുടെ യുക്തിക്കനുസരിച്ച് പരിശുദ്ധ ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് ഖുർആനിലേക്ക്, സുന്നത്തിലേക്ക് എന്ന വിഷയം അവതരിപ്പിക്കുമ്പോ എന്റെ സഹോദരങ്ങളോട് എനിക്ക് ആത്മുഖമായിട്ട് പറയാനുള്ളത്, പ്രമാണങ്ങൾ മനസ്സിലാക്കേണ്ടത് ബുദ്ധി കൊണ്ടല്ല, ചിന്ത കൊണ്ടല്ല, മറിച്ചോ സലഫു സാലിഹീങ്ങൾ പഠിപ്പിച്ചതുപോലെ, സ്വഹാബത്ത് മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണേ എന്നാണ് സലഫികൾ ലോകത്തിന്റെ മുന്നിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയുമോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സന്ദേശം അവതരിപ്പിക്കപ്പെടുമ്പോ, തൗഹീദിന്റെ സന്ദേശം പറയാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടുമ്പോ, ലോകത്തുള്ള അന്നുണ്ടായിരുന്ന മക്കയിലെ ജനങ്ങളെ അബൂ ഖുബൈസ് പർവ്വതത്തിന്റെ താഴ്വരയിലേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ചുകൊണ്ടുവരികയാണ്, ക്ഷണിക്കപ്പെടുകയാണ്. വരപ്പെട്ടു. അബൂജഹലുണ്ട്, ഉത്ബത്തുണ്ട്, ശൈബത്തുണ്ട്, മക്കയിലെ മുശ്രിക്കുകളുണ്ട്. അവരുടെ മുന്നില് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഓ അബൂജഹൽ അടങ്ങുന്ന മക്കയിലെ മുശ്രിക്കുകളെ നോക്കിക്കൊണ്ട് മുത്തുനബി പറയുകയാണ്, ഞാൻ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞാൽ അതിനെ നിങ്ങൾ വിശ്വസിക്കുമോ? ഞാനൊരു കാര്യം പറയാൻ പോകുകയാണ്, അതിനെ നിങ്ങൾ അംഗീകരിക്കുമോ? ചോദിക്കപ്പെടുകയാണ്. അബൂജഹൽ എഴുന്നേറ്റു, പ്രഖ്യാപിച്ചു, മുഹമ്മദേ, നീ അസ്വാദിഖാണ്, നീ അൽ അമീനാണ്, നീ സത്യസന്ധനാണ്, വിശ്വസ്തനാണ്, എന്ത് പറഞ്ഞാലും ഞങ്ങൾ അംഗീകരിക്കും. അള്ളാന്റെ റസൂല് പറഞ്ഞു, ഈ കാണുന്ന പർവ്വതത്തിന്റെ പിന്നാമ്പുറത്ത് ഒരു വിഭാഗം ശത്രുക്കള് നിങ്ങളെ ആക്രമിക്കാൻ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ
നിങ്ങൾ കാണാതെ അംഗീകരിക്കുമോ? വീണ്ടും ചോദിച്ചു. അബൂജഹൽ തന്നെ മറുപടി പറഞ്ഞു, മുഹമ്മദേ, നീ കള്ളം പറയാത്തവനാണ്, നീ സത്യസന്ധനാണ്, പറഞ്ഞാൽ അത് ഞങ്ങൾ അംഗീകരിക്കും. അള്ളാന്റെ റസൂല് പറഞ്ഞു, എന്നാൽ എനിക്കൊരു സത്യം പറയാനുണ്ട്. ഈ കാണുന്ന അനന്തവിശാലമായ ആകാശത്തെയും ഈ കാണുന്ന ഭൂമിയെയും ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ സംവിധാനങ്ങളെയും സൃഷ്ടിച്ചു സംരക്ഷിക്കുന്ന സർവേശ്വരനായ ജഗദീശ്വരനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തുണ്ടല്ലോ, ആ അല്ലാഹു ഒന്ന് മാത്രമേയുള്ളൂ. ആ അല്ലാഹു ഒന്ന് മാത്രമേയുള്ളൂ. ആ അല്ലാഹുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹു മാത്രമാണ് എന്ന മഹിതമായ സന്ദേശം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുമ്പോ അതുവരെയും മുഹമ്മദേ നീ പറഞ്ഞോ, ഞങ്ങൾ അംഗീകരിക്കാം, നീ സത്യസന്ധനാണ്, കള്ളം പറയാത്തവനാണ്, വിശ്വസ്തനാണ് എന്ന് പറഞ്ഞ അബൂജഹൽ തന്നെ പറഞ്ഞു, യാ മുഹമ്മദ് ഇന്നക ലമജ്നൂൻ. മുഹമ്മദേ, നിനക്ക് ഭ്രാന്ത് ബാധിച്ചോ? നിനക്ക് ഭ്രാന്ത് ബാധിച്ചോ? അള്ളാന്റെ റസൂല് പറഞ്ഞ തൗഹീദിന്റെ സന്ദേശം അംഗീകരിക്കാൻ അബൂജഹൽ തയ്യാറാകുന്നില്ല. മുത്തുനബിയെ അതുവരെയും വാനോളം പുകഴ്ത്തിയ മക്കയിലെ മുശ്രിക്കുകള് അള്ളാന്റെ റസൂലിനെ ആക്രമിക്കാൻ തയ്യാറായി, കൂക്ക് വിളിക്കാൻ തയ്യാറായി, ആക്ഷേപിക്കാൻ തയ്യാറായി. തായിഫിന്റെ താഴ്വരയില് തെരുവ് തെണ്ടികളായ പിഞ്ചു കുഞ്ഞുങ്ങളുടെ കയ്യിലേക്ക് പാറക്കല്ലുകളുടെ ചീളുകൾ കൊടുത്തിട്ട്, മക്കളെ, മക്കത്തെ മുഹമ്മദ് ഇതുവഴി നടന്നു വരുമ്പോ ആ മുഹമ്മദിന്റെ തലയെ ലക്ഷ്യമാക്കി എറിയണേ എന്ന് പറഞ്ഞിട്ട് പാറക്കല്ലുകൾ കൊടുത്തു. അള്ളാന്റെ റസൂലിനെ എറിയിച്ചു. ഏറിക്കൊണ്ടിട്ട് തായിഫിന്റെ താഴ്വരയിലേക്ക് മറിഞ്ഞു വീണു. തൊണ്ട വരണ്ടിട്ട് നാവ് പുറത്തേക്കിട്ടിട്ട് ഒരിറ്റ് ദാഹജലത്തിനു വേണ്ടി കേഴുന്ന ഘട്ടത്തില് മക്കയിലെ ആ മുശ്രിക്കുകളുടെ നേതാക്കള് പ്രഖ്യാപിച്ചത്, മക്കത്തെ മുഹമ്മദിന് തായിഫിന്റെ താഴ്വരയിൽ നിന്ന് ഒരിറ്റ് വെള്ളം പോലും കുടിക്കാൻ കൊടുക്കില്ല എന്ന്. ഇത്രമാത്രം ആക്ഷേപങ്ങൾ, ഇത്രമാത്രം അക്രമങ്ങൾ എന്തു പറഞ്ഞതിന്റെ പേരില്? അല്ലാഹുവിനോട് മാത്രമേ ആരാധനകൾ പാടുള്ളൂ എന്ന് പറഞ്ഞതിന്റെ പേരില്, അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥന പാടുള്ളൂ എന്ന് പറഞ്ഞതിന്റെ പേരില്, അല്ലാഹുവിന്റെ മുന്നിൽ മാത്രമേ സമർപ്പണം പാടുള്ളൂ എന്ന് പറഞ്ഞതിന്റെ പേരില് അള്ളാന്റെ റസൂല് അല്ലയില്ല എന്ന ആ കാര്യം വിളിച്ചു പറയുകയല്ല ചെയ്തത്. അല്ല എങ്കില് രണ്ട് അള്ളയുണ്ട് എന്നല്ല അള്ളാന്റെ റസൂല് പ്രഖ്യാപിച്ചത്. അല്ലാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന മക്കയിലെ മുശ്രിക്കുകളുടെ മുന്നില് അവരുടെ വാദഗതികളെ ആക്ഷേപിക്കുകയല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്. മറിച്ചോ, നിങ്ങൾ അംഗീകരിക്കുന്ന, നിങ്ങൾ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അല്ലാഹു ഉണ്ടല്ലോ, ആ അല്ലാഹുവിനോടും മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. ലാത്തയോടും മുസ്സയോടും പ്രാർത്ഥിക്കരുത്, പ്രവാചകന്മാരോട് പ്രാർത്ഥിക്കരുത്. ഈ സത്യം പറഞ്ഞപ്പോ അള്ളാന്റെ റസൂലിനെ ആക്ഷേപിക്കാൻ തയ്യാറായി മക്കയിലെ മുശ്രിക്കുകളുടെ നേതാവ് അബൂജഹല്. ആ സമയത്ത് എന്താണ് പറഞ്ഞത്? ആ സമയത്ത് എന്താണ് പറഞ്ഞത്? മുഹമ്മദേ, അല്ലയില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല, അല്ലയില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല. അവരോട് ചോദിച്ചു നോക്കുക, വലയിൻ സഅൽതഹും മൻ ഖലഖഹും ലയഖൂലുന്നല്ലാഹ്. പരിശുദ്ധ ഖുർആൻ ആ ചരിത്ര യാഥാർത്ഥ്യം വരച്ചു കാണിക്കുകയാണ്. മക്കയിലെ മുശ്രിക്കുകളോട് നിങ്ങൾ ചോദിച്ചു നോക്കുക, അവരെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അബൂജഹൽ വിളിച്ചു പറയുന്നു, ഉത്ബത്തും ശൈബത്തും പറയുന്നു, ലയഖൂലുന്നല്ലാഹ്, ഞങ്ങളെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ് എന്ന്. അല്ലാഹുവിൽ വിശ്വാസമുള്ള ഒരു വിഭാഗം പിന്നെ എന്തുകൊണ്ട് മുത്തുനബിയെ ആക്രമിക്കാൻ തയ്യാറായി? അള്ളാന്റെ റസൂലിനെ കൂക്ക് വിളിക്കാൻ തയ്യാറായി, എറിയാൻ തയ്യാറായി,
പരിശുദ്ധ ഖുർആൻ പറഞ്ഞു വല്ലദീന തഖദൂ മിൻ ദൂനിഹി ഔലിയാ മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബുനാ ഇലല്ലാഹി സുൽഫാ. സൂറത്തു സുമറിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വരച്ചു കാണിച്ചു മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസം. വല്ലദീന തഖദൂ മിൻ ദൂനിഹി ഔലിയാ, അല്ലാഹുവിനെ കൂടാതെ ചില ഔലിയാക്കന്മാരെ അവരുണ്ടാക്കി, ചില ഔലിയാക്കന്മാരെ സൃഷ്ടിച്ചു. എന്നിട്ടോ അവര് പറഞ്ഞു മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബുനാ ഇലല്ലാഹി സുൽഫാ, അല്ലാഹുവിലേക്ക് എത്തിപ്പെടാനുള്ള മധ്യവർത്തികളാണിവര്, അല്ലാഹുവിലേക്ക് എത്തിപ്പെടാനുള്ള മധ്യവർത്തികളാണിവര്, ചില ഇടയാളന്മാരാണിവര് എന്ന് അബൂജഹൽ പറഞ്ഞു. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ നോക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ സന്ദേശം പ്രഖ്യാപിച്ചുകൊണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി പ്രഖ്യാപിച്ചു, കൂട്ടരെ അല്ലാഹുവിലേക്ക് അടുക്കാൻ ഇടയാളന്മാര് വേണ്ട, അല്ലാഹുവിലേക്ക് എത്തിപ്പെടാൻ ഇടയാളന്മാർ ആവശ്യമില്ല. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ ഫയസ്തജീബു ലി വയുമിനു ബി ലഅല്ലഹും യർഷുദൂൻ. പരിശുദ്ധ ഖുർആൻ 2-ാം അധ്യായമായ സൂറത്തുൽ ബഖറ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രഖ്യാപിച്ചു വഇദാ സഅലക ഇബാദി അന്നി, എന്നെ കുറിച്ച് എന്റെ ദാസന്മാര് ചോദിച്ചാൽ മുഹമ്മദ് നബിയെ അങ്ങ് പറയുക, ഞാൻ അവരുടെ അടുത്ത് തന്നെയുണ്ട്, അവരുടെ അടുത്ത് തന്നെയുണ്ട്. എന്നിലേക്ക് എത്തിപ്പെടാൻ മധ്യവർത്തികൾ ആവശ്യമില്ല. എന്നോട് ആരാണോ പ്രാർത്ഥിക്കുന്നത് ഉത്തരം ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രഖ്യാപിച്ചു. അബൂജഹൽ പറഞ്ഞു അല്ല, അല്ലാഹുവിലേക്ക് എത്തിപ്പെടാൻ ചില മധ്യവർത്തികള്, ചില ഔലിയാക്കന്മാർ ആവശ്യമാണ്. ഇവിടെ ചില പുരോഹിതന്മാര് പറയുന്നു, ചില പുരോഹിതന്മാര് പറയുന്നു ട്രാൻസ്ഫോമറിൽ നിന്ന് നേരിട്ട് കറണ്ട് ഇങ്ങനെ ബൾബിലേക്ക് കൊടുത്താൽ ബൾബ് ഫീസായി പോകും, ബൾബ് ഫീസായി പോകും. അതുകൊണ്ടോ അതിന്റെ ഇടയിൽ ചില സംവിധാനങ്ങൾ ആവശ്യമാണ്. അതുപോലെ അല്ലാഹുവിലേക്ക് നേരിട്ട് പ്രാർത്ഥിക്കാൻ പാടില്ല. ചില മുസ്ലിയാക്കന്മാര് ജനങ്ങളോട് പറയുന്നു, ഒരു മന്ത്രിയെ കാണണമെങ്കിൽ ആദ്യം MLA കാണണം, MLA കാണണമെങ്കിൽ വാർഡ് മെമ്പറെ കാണണം. ഇതുപോലെ അല്ലാഹുവിലേക്ക് എത്തിപ്പെടണമെങ്കിൽ ചില ഔലിയാക്കന്മാരെ വിളിക്കണം, ചില പ്രവാചകന്മാരെ വിളിക്കണം. എങ്കിൽ മാത്രമേ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ പറ്റൂ എന്ന് അബൂജഹൽ പറഞ്ഞ ഒരു വാദഗതിയിലേക്ക് ആധുനിക മുസ്ലിംകളെ ഇവിടെ ചിലർ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഖുർആനിലേക്ക് മടങ്ങുക, സുന്നത്തിലേക്ക് മടങ്ങുക എന്ന വിഷയം പറയുമ്പോ അല്ലാഹു വിശുദ്ധ ഖുർആനിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചത് അല്ലാഹുവിലേക്ക് എത്തിപ്പെടാൻ മധ്യവർത്തികൾ ആവശ്യമില്ല എന്ന മഹിതമായ സന്ദേശമാണ്. എങ്കിൽ ഇവിടെ മറ്റൊരു വാദഗതി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധ ഖുർആനില് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി, മുഹമ്മദ് നബിയെ അങ്ങ് ലോകത്തോട് പ്രഖ്യാപിക്കുക, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ രക്ഷിതാവിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ, വലാ യുശ്രികു ബിഇബാദത്തി റബ്ബിഹി അഹദാ, ആരാധനയില് പ്രാർത്ഥനയില് ആ അല്ലാഹുവിനോട് ഒരു പങ്കുകാരനെയും ഞാൻ ഉണ്ടാക്കുകയില്ല എന്ന മഹിതമായ സന്ദേശം ലോകത്തിന്റെ മുന്നിൽ പ്രഖ്യാപിക്കാൻ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. വിശുദ്ധ ഖുർആനില് എത്രയോ പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ വരച്ചു കാണിച്ചു തന്നു. എത്രയോ പ്രവാചകന്മാരുടെ പ്രാർത്ഥനകള് ഖുർആൻ ഒന്ന് പരിശോധിച്ചാൽ 163 പ്രാർത്ഥനകള് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വരച്ചു കാണിക്കുന്നുണ്ട്. സമസ്തയുടെ പണ്ഡിതന്മാർ മർക്കസ് കോംപ്ലക്സിൽ നിന്ന് പുറത്തിറക്കിയ ഒരു പുസ്തകമാണിത്. കാന്തപുരം വിഭാഗം പുറത്തിറക്കിയ ഒരു പുസ്തകം. ഖുർആനിലെ പ്രാർത്ഥനകൾ, ഖുർആനിലെ പ്രാർത്ഥനകൾ, പരിശുദ്ധ ഖുർആനില് 163 പ്രാർത്ഥനകളുണ്ട്. ആ 163 പ്രാർത്ഥനകളും ക്രോഡീകരിച്ചുകൊണ്ട് കാന്ത
തിരുവനന്തപുരം വിഭാഗം റബ്ബന ഞങ്ങളുടെ നാഥ എന്ന ഹെഡിങ്ങോടുകൂടി കാരന്തൂർ മർക്കസിൽ നിന്ന് ഒരു പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നു. ഈ മാസം ഒരു പുസ്തകം പുറത്തിറക്കി. അതിന്റെ ഹെഡിങ് തന്നെ റബ്ബന ഞങ്ങളുടെ നാഥ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനില് എത്രയോ പ്രവാചകന്മാരുടെ പ്രാർത്ഥനകള് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുമ്പോ ഒരൊറ്റ പ്രാർത്ഥന യാ ശൈഖനാ എന്ന് വിളിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ടോ? ഒരു പ്രാർത്ഥനയുണ്ടോ? യാ ഗൗസുൽ അഅ്ലം എന്ന് വിളിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ടോ? പരിശുദ്ധ ഖുർആനില് അല്ലാഹുവിനെ മാത്രം വിളിക്കേണ്ട പ്രാർത്ഥനകള് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. സമസ്തയുടെ പണ്ഡിതന്മാരത് വിളിച്ചു പറയുന്നു. നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഭാതം മുതൽ പ്രദോഷം വരെയും പ്രദോഷം മുതൽ പ്രഭാതം വരെയും നടത്തേണ്ട എത്രയോ പ്രാർത്ഥനകൾ പഠിപ്പിച്ചു. ഏതെങ്കിലും ഒരു പ്രാർത്ഥനയിൽ അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയുണ്ടോ? പ്രാർത്ഥനയില്ല. പരിശുദ്ധ ഖുർആനിലില്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസിലില്ല. ഖുർആനിലേക്ക് മടങ്ങുമ്പോ, സുന്നത്തിലേക്ക് പോകുമ്പോ വിശ്വാസികളെ പരിശുദ്ധ പ്രമാണങ്ങൾ നമ്മോട് പറയുന്നു പ്രാർത്ഥനകള് അല്ലാഹുവിനോട് മാത്രമാകണമെന്ന്. മാത്രമല്ല, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവരെ കുറിച്ച് പ്രമാണം എന്താ പറഞ്ഞത്? ഖുർആൻ എന്താണ് പറഞ്ഞത്? സൂറത്തുൽ അഹ്കാഫ് അതിന്റെ 5-ാമത്തെ വചനം ഒന്ന് നോക്കൂ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ് മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും മൻ ദുആഇഹിം ഗാഫിലൂൻ. സൂറത്തുൽ അഹ്കാഫിന്റെ 5-ാമത്തെ വചനം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, ഖിയാമത്ത് നാൾ വരെയും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചാലും ഉത്തരം ചെയ്യാത്തവരുണ്ടല്ലോ, അല്ലാഹുവിന്റെ സൃഷ്ടികളുണ്ടല്ലോ, അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാൾ ഏറ്റവും വലിയ ധിക്കാരി ആരാണുള്ളത്? ഏറ്റവും വലിയ ധിക്കാരി, ഏറ്റവും വലിയ അതിക്രമകാരി ആരാണുള്ളത് എന്ന് പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു. പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു. ഇവിടെ പുരോഹിതന്മാര് വിശുദ്ധ ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയുടെ കാര്യത്തില് നാം ഒന്ന് കണ്ണോടിച്ചു നോക്കിയാൽ ഖുർആൻ ക്ഷണിക്കുന്നത്, സുന്നത്ത് ക്ഷണിക്കുന്നത് അല്ലാഹുവിനോട് മാത്രമായിരിക്കണം പ്രാർത്ഥന എന്ന്. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന്. ഇത് പറയുമ്പോ സാധാരണ ജനങ്ങളുടെ മുന്നില് തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. സലഫികള് ജനങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഔലിയാക്കന്മാരെ ആക്ഷേപിക്കുകയാണ്. സാധാരണ ജനങ്ങളുടെ തൃപ്തി സമ്പാദിക്കുന്നതിന്, അവരുടെ ആനുകൂല്യം നേടിയെടുക്കുന്നതിന് ജനങ്ങളുടെ മുന്നിൽ തെറ്റിദ്ധരിപ്പിക്കുന്നു. അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന പ്രവാചകന്മാര് പഠിപ്പിച്ച, പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച സന്ദേശം പറയുമ്പോ ജനങ്ങളോട് പറയുന്നത് ഔലിയാക്കന്മാരെ ആക്ഷേപിക്കുന്നു എന്നാണ്. ജനങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്, ഔലിയാക്കളെ സലഫികൾ എതിർക്കാറില്ല, ഔലിയാക്കളെ ആക്ഷേപിക്കാറില്ല, ഔലിയാക്കളെ ആദരിക്കണേ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് സലഫികള്. ഔലിയാക്കളെ ആദരിക്കണേ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് സലഫികള്. ഏത് ഔലിയാക്കള്? പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. ഔലിയാക്കൾ ആരാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. അല്ലദീന ആമനൂ, ആദർശത്തിന്റെ കാര്യത്തിൽ ലവലേശം പോലും വിട്ടുവീഴ്ച നടത്താത്തവരാണ്. ആദർശത്തില് അചഞ്ചലമായ വിശ്വാസം അരക്കിട്ടുറപ്പിച്ചവരാണ്. മാത്രമല്ല വകാനൂ യത്തഖൂൻ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകള് ജീവിത
ആരാണവർ? അവർക്ക് പറയുന്ന പേരാണ് ഔലിയാക്കള്. ആ ഔലിയാക്കളുടെ ഗണത്തില് പെടണേ വിശ്വാസികളെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അതിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഔലിയാക്കന്മാരുടെ പട്ടികയിൽ പെടുന്നതിന് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ വേദിയിൽ നിന്നുകൊണ്ടാണ് ഈ ഉള്ളവൻ സംസാരിക്കുന്നത്. ഔലിയാക്കളെ ഞങ്ങൾ തള്ളിപ്പറയാറില്ല, ഔലിയാക്കളെ ആക്ഷേപിക്കാറില്ല. ഔലിയാക്കളെ സ്നേഹിക്കേണ്ടതുണ്ട്, അവരെ ആദരിക്കേണ്ടതുണ്ട്. മഹാനായ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മഹുമുല്ലാഹ് അടക്കമുള്ള മുഴുവൻ മഹത്തുക്കളെയും ആദരിക്കണമെന്ന് പഠിപ്പിക്കുന്നവരാണ് സലഫികള്. പിന്നെയോ ആ മഹാനായ വ്യക്തിയുടെ പേരില്, മുഹീദ്ദീൻ ശൈഖിന്റെ പേരില് തന്റെ അനുചരന്മാരിൽപ്പെട്ടവര് ഒരു കള്ളത്വരീക്കത്തുണ്ടാക്കിയിട്ടുണ്ട്. അതിൽ പെട്ടുപോകരുതേ ജനങ്ങളെ എന്നും ഈ പ്രസ്ഥാനം പറയുന്നുണ്ട്. കാരണം എന്തേ? മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മഹുമുല്ലാഹ് ലോകത്തിന്റെ മുന്നിൽ പ്രഖ്യാപിച്ചത് ലാ തശ്കുവന്ന ഫീ ഹാലത്തിൽ ബരിയ ഇലാ അഹദിൻ മിൻ ഖൽഖില്ലാഹ്. പൊന്നുമക്കളെ, സൃഷ്ടികളിൽ നിന്നുള്ള ഒരാളോടും നിങ്ങളുടെ ആവലാദികളും വേവലാദികളും ബോധിപ്പിക്കരുത് കേട്ടോ. മുഹീദ്ദീൻ ശൈഖിന്റെ വാക്കാണ്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥം എടുത്തൊന്ന് പരിശോധിച്ചു നോക്കൂ. അദ്ദേഹത്തിന്റെ ഗ്രന്ഥം ഫുതൂഹുൽ ഗൈബ്, ഫതുഹുർ റബ്ബാനി തുടങ്ങിയ ഗ്രന്ഥങ്ങളില് ആവർത്തിച്ച് പ്രഖ്യാപിക്കപ്പെടുകയാണ്, അല്ലാഹു അല്ലാത്തവരോട് നിങ്ങളുടെ ആവലാദികളും വേവലാദികളും ഇറക്കി വെക്കരുത്. കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഫീ ഖൽബിക കമ്മിലാ. പൊന്നുമോനെ, നിന്റെ നാവുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു, ഹൃദയത്തിലാകട്ടെ 1000 വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിക്കുകയാണ്. നിന്റെ മനസ്സില് ഏർവാടി ശുഹദാക്കളാണ്, ഉള്ളാൾ തങ്ങളാണ്, ബദിരീങ്ങളാണ്. പ്രയാസങ്ങൾ വരുമ്പോ അവരോട് പ്രാർത്ഥിക്കപ്പെടുകയാണ്. നിരവധി നേർച്ച വസ്തുക്കളെ മനസ്സിന്റെ അകത്തളത്തിൽ വെച്ചിട്ട് കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുഹീദ്ദീൻ ശൈഖ് ചോദിക്കുകയാണ്, എങ്ങനെയാണടോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയുന്നത്? ഞാൻ പറഞ്ഞു വന്നത്, മഹാനായ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മഹുമുല്ലാഹ് മഹാനവറുകൾ പറഞ്ഞത്, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഫീ ഖൽബിക കമ്മിലാ. നിങ്ങളുടെ ഹൃദയത്തില് 1000 വിഗ്രഹങ്ങളെ നേർച്ച വസ്തുക്കളെ പ്രതിഷ്ഠിച്ചിട്ട് എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയുന്നത്? ലാ യൻഫഉക തൗഹീദുൽ ലിസാൻ മഅ ശിർക്കിൽ ഖൽബ്. ഹൃദയത്തിൽ ശിർക്ക് വെച്ചുകൊണ്ട് നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ, തൗഹീദ് പറഞ്ഞാൽ ആ തൗഹീദിന് പ്രയോജനമില്ല കേട്ടോ. ഇജ്അൽ ഖൽബക മസ്ജിദാ ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മഹുമുല്ലാഹ് ഖിയാമത്ത് നാൾ വരെയും വരുന്ന ജനങ്ങളോട് ഒരു ഉപദേശം നടത്തുകയാണ്. ഇജ്അൽ ഖൽബക മസ്ജിദാ. പൊന്നുമോനെ, നിന്റെ ഹൃദയത്തെ ഒരു പള്ളിയാക്കണം കേട്ടോ. നിന്റെ മനസ്സിനെ ഒരു പള്ളിയാക്കണം കേട്ടോ. എങ്ങനെയുള്ള പള്ളി? ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. ആ പള്ളിയില് അല്ലാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന പള്ളിയാണ്. അല്ലാഹു അല്ലാത്ത ഒരാളോടും പ്രാർത്ഥനകൾ നടത്താത്ത ഒരു പള്ളിയാക്കി നിന്റെ മനസ്സിനെ മാറ്റണേ മോനെ എന്ന് മഹാനായ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മഹുമുല്ലാഹ് പറയുമ്പോ, മഹാനവറുകൾ രേഖപ്പെടുത്തുമ്പോ, ആ മഹാനായ മനുഷ്യന്റെ പേരില് ചിലർ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ചില കള്ളത്തരീക്കത്തിന്റെ വക്താക്കൾ പ്രചരിപ്പിക്കുന്നു. അതേ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയെ 1000 തവണ വിളിച്ചു പ്രാർത്ഥിച്ചോ, എന്നാൽ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഉത്തരം ചെയ്യുമെന്ന് മുഹീദ്ദീൻ ശൈഖ് പഠിപ്പിച്ചതല്ല, മഹാനവറുകൾ പഠിപ്പിച്ചതല്ല. മറിച്ചോ അദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ടാക്കപ്പെട്ട കള്ളത്തരീക്കത്തിന്റെ വക്താക്കൾ പ്രചരിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു കാണുന്നത് പോലെ കാണാൻ, അല്ലാഹു കേൾക്കുന്നത് പോലെ കേൾക്കാൻ,
അല്ലാഹു അറിയുന്നത് പോലെ അറിയാനുള്ള കഴിവ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അടക്കമുള്ള മഹാരഥന്മാരായ ഔലിയാക്കന്മാർക്കുണ്ട് എന്ന തെറ്റായ ഒരു ധാരണ സമൂഹത്തിന്റെ മുന്നിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. പരിശുദ്ധ ഖുർആൻ പറയുന്നത് അല്ലാഹുവിനോട് മാത്രമായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. മറഞ്ഞ കാര്യങ്ങൾ മുഴുവനും അറിയുന്നത് അല്ലാഹു മാത്രമാണ്. മനുഷ്യരെ, നിങ്ങളുടെ കണ്ണുകൊണ്ടുള്ള കട്ടുനോട്ടത്തെയും ഹൃദയത്തിന്റെ അകത്തളത്തിൽ മറച്ചു വെച്ചിരിക്കുന്ന രഹസ്യങ്ങളും അറിയുന്നത് ഏകനായ അല്ലാഹു മാത്രമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോ സമസ്ത കേരള സുന്നി യുവജന സംഘം AP വിഭാഗം തന്നെ പുറത്തിറക്കിയ വലിയുല്ലാഹി CM സ്മരണിക, വലിയുല്ലാഹി CM സ്മരണിക, CM മടവൂരിന്റെ പേരിൽ ഇറക്കിയ ഒരു ഗ്രന്ഥം. ആ ഗ്രന്ഥത്തില് ആരാണ് ഔലിയാക്കൽ എന്ന് പറയുന്ന ഒരു ലേഖനമുണ്ട്. ആ ലേഖനത്തില് ഒരു ഖുദ്സിയായ ഹദീസ് എടുത്തുകൊണ്ട് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്നത് അല്ലാഹുവിന്റെ ഔലിയാക്കള് CM മടവൂരിൽപ്പെടെയുള്ളവര് അല്ലാഹു കാണുന്നത് പോലെ കാണുന്നു, അല്ലാഹു അറിയുന്നത് പോലെ അറിയുന്നു, അല്ലാഹു കേൾക്കുന്നത് പോലെ കേൾക്കുന്നു. CM സ്മരണിക പ്രസാധകര് സമസ്ത കേരള സുന്നി യുവജന സംഘം സ്റ്റേറ്റ് കമ്മിറ്റി പുറത്തിറക്കിയ ഗ്രന്ഥത്തില് അല്ലാഹു കാണുന്നത് പോലെ കാണുമെന്ന്, അല്ലാഹു അറിയുന്നത് പോലെ അറിയുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അല്ലാഹുവിന് സമാനമായിട്ട് ഒന്നും തന്നെയില്ല, ആരും തന്നെയില്ല. ലൈസ കമിസ്ലിഹി ശൈഅ, അല്ലാഹുവിന് സമാനമായിട്ട് ആരും തന്നെയില്ല. നിങ്ങൾക്കറിയുമോ, ഒരാളും മരണപ്പെടേണ്ടതില്ല. ഒരാൾ ജീവിച്ചിരിക്കെ ഒന്ന് ഉറങ്ങിയാൽ പോലും ചുറ്റും നടക്കുന്നത് അറിയാനുള്ള കഴിവ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അടക്കമുള്ളവർക്കില്ല എന്ന് പഠിപ്പിച്ച ഒരാദർശത്തിന്റെ അനുയായികളാണ് മുസ്ലിംകള്. നിങ്ങൾക്കറിയുമോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഒരു പോരാട്ട ഭൂമിയിൽ നിന്ന് ഒരു യുദ്ധം കഴിഞ്ഞിട്ട് ഇങ്ങനെ യാത്രയിലാണ്. അർദ്ധരാത്രി പിന്നിട്ടിരിക്കുന്നു. പകല് പോരാട്ട ഭൂമിയിലായിരുന്നു, രാത്രിയിൽ ദീർഘമായി നടന്നിട്ടുണ്ട്. എല്ലാവരും ക്ഷീണിതരാണ്. സ്വഹാബത്ത് ക്ഷീണിച്ചിരിക്കുന്നു. അള്ളാന്റെ റസൂല് പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. എല്ലാവരും ക്ഷീണിതരാണ് എന്ന് മനസ്സിലായപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, സ്വഹാബത്തെ, എല്ലാവരും പകല് പോരാട്ട ഭൂമിയിലായിരുന്നു, യുദ്ധഭൂമിയിലായിരുന്നു, രാത്രിയിൽ ദീർഘമായി നടന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൽപ്പം വിശ്രമിക്കാം. സുബഹിയോടടുത്തു വരികയാണല്ലോ. സുബഹി നമസ്കരിച്ചിട്ട് വേണമെങ്കിൽ അല്പം കൂടി വിശ്രമിച്ചിട്ട് യാത്ര തുടരാമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. സ്വഹാബത്തിന് സന്തോഷമായി. എല്ലാവരും ഇരുന്നു, വിശ്രമിക്കാൻ തയ്യാറായി. സുബഹിയോടടുത്തു വരികയാണല്ലോ, കിടന്നു പോയാൽ സുബഹി നഷ്ടപ്പെടുമോ എന്ന ഭയമുണ്ട്. എല്ലാവരും ഇരുന്ന് വിശ്രമിക്കാൻ തയ്യാറെടുക്കുമ്പോ ബിലാൽ റളിയല്ലാഹു തആല അൻഹു പ്രവാചകന്റെ അടുക്കലേക്ക് വന്നിട്ട് പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അങ്ങ് ക്ഷീണിതരാണ്, സ്വഹാബത്ത് ക്ഷീണിതരാണ്. അതുകൊണ്ട് നിങ്ങൾ അല്പം കിടന്നോ. സുബഹിയാകുമ്പോ ഉറങ്ങിപ്പോയാൽ വിളിച്ചുണർത്തുന്ന ദൗത്യം ഞാൻ ഏറ്റെടുക്കാം. ആരാ പറയുന്നത്? ബിലാൽ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അള്ളാന്റെ റസൂൽ ഉറങ്ങാൻ കിടന്നു, സ്വഹാബത്ത് ഉറങ്ങാൻ കിടന്നു. ബിലാൽ റളിയല്ലാഹു തആല അൻഹു വുളു ഉണ്ടാക്കി നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ നിന്നുകൊണ്ട് മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു നമസ്കരിക്കുന്നു.
4 റക്അത്ത് നമസ്കാരം പൂർണ്ണമാക്കി. 2 റക്അത്ത് കഴിഞ്ഞു, അടുത്ത 2 റക്അത്തും പൂർണ്ണമാക്കിയിട്ട് ബിലാൽ റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റു. തന്റെ ഒട്ടകക്കട്ടിലിന്റെ അടുക്കലേക്ക് നടന്നുപോയി. എന്നിട്ടോ ഫഅജിലസ ബിലാൽ ലഖിറഹു ഇലാ റഹിലതിഹി. ഇമാം മുസ്ലിം രേഖപ്പെടുത്തുകയാണ്, ബിലാൽ റളിയല്ലാഹു തആല അൻഹു ഒട്ടകക്കട്ടിലിലേക്ക് കയറിയിരുന്നു, ചാരി കിടന്നു. ഫഗലബത് അലൈഹിൻ നൗം. ബിലാൽ റളിയല്ലാഹു തആല അൻഹു ഉറങ്ങുകയാണ്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി ഉറങ്ങുന്നു, സ്വഹാബത്ത് ഉറങ്ങുന്നു.